പാഴൂർമന ഗോപാലൻ. പിറവമടുത്ത് പാഴൂർ വടക്കേമന ഗോപാലൻ എന്ന കല്ലൻ ഗോപാലൻ. ഒരുപക്ഷേ ആനപ്രേമികൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല ഇവനെ. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിലെ ഗജപരിപാലനത്തിൽ പാരമ്പര്യമുള്ളതും മോഹനൻ, മഹാദേവൻ, ശിവനാരായണൻ എന്നീ ആനകളുടെ ഉടമയായ രജാറാമിൻ്റെ ആനയായിരുന്നു കാണാവിള ഗോപാലൻ. അതെ, ഇവനാണ് പഴയ നെയ്യാറ്റിൻകര കാണാവിള ഗോപാലൻ. അധികം പരിപാടികളിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത ആനയായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ക്യാമറ കണ്ണുകളും ഇവനെ തേടി എത്തിയിട്ടില്ല. സ്വസ്ഥമായി വളരെ കുറച്ച് പരിപാടികളും കുറച്ച് പണിയുമൊക്കെയായി ജീവിച്ചു പോയിരുന്നു. നമ്മുടെ നാട്ടിലെ ലക്ഷണമൊത്ത കൊമ്പനായിരുന്നു. വലിയ താരപദവിയോ നിറയെ ആരാധകരോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വഴിയടച്ചു പോയി എടുക്കാൻ പറ്റുന്ന പരിപാടികളെ ഗോപാലൻ എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ലോറിയിൽ കയറാൻ പഠിക്കാത്ത അപൂർവം ആനകളിലൊന്നായിരുന്നു ഗോപാലൻ. എത്ര ദൂരെയാണെങ്കിലും വഴിയടച്ചു മാത്രം പോയി പരിപാടിയെടുക്കുന്ന ഒരു കൊമ്പൻ എന്ന പ്രത്യേകതയും ഇവനുണ്ടായിരുന്നു. പിറവം പാഴൂർമനയിൽ ബിജി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കൊമ്പനാണ്. ഉറച്ച ശരീരവും പ്രൗഢഗംഭീരമായ നടത്തവുമാണ് ഗോപാലനെ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. തലയെടുപ്പും ഉയരപ്രാമണ്യവും ഒരുപോലെ ഒത്തുകിട്ടിയതുകൊണ്ടാവാം ഉത്സവനഗരിയിൽ തിളക്കമുള്ള പരിവേഷം കുറച്ചെങ്കിലും ഗോപാലന് ലഭിച്ചത്. അഴകിലും അളവിലും നിലവിലുമുണ്ടായിരുന്ന ഒരു നല്ല മുതലായിരുന്നു. തനി നാടൻ ആനയായിരുന്നു. തെക്കൻ ജില്ലകളിലെ ഉത്സവങ്ങളിലാണ് ഇവനെ കൂടുതൽ എഴുന്നള്ളിച്ചിരുന്നത്. ആറാട്ടുപുഴ പൂരത്തിന് മാർച്ചിൽ കൊണ്ടുവന്ന കൊമ്പനെ ഉടമയുടെ ബന്ധുവായ കോടന്നൂർ ചാക്യാർ കടവിനടുത്തുള്ള പറമ്പിൽ പാദരോഗബാധയെ തുടർന്ന് തളച്ചിരിക്കുകയായിരുന്നു. 2 ആഴ്ചയോളം അവശനിലയിലായിരുന്ന ആന 2021 ജൂലൈ 27 ഉച്ചയോടെയാണ് ചെരിഞ്ഞത്. ചെരിയുമ്പോൾ ഇവൻ്റെ പ്രായം ഏകദേശം 63 വയസ്സായിരുന്നു. കൂപ്പിലെയും മരക്കമ്പനിയിലെയും ജോലിയിൽ കാണിച്ചിരുന്ന മിടുക്കിനെ തുടർന്ന് കല്ലൻ ഗോപാലൻ എന്ന പേരിലും പ്രശസ്തനായിരുന്നു. ഒരു കാലത്ത് ഒരുപാട് ഉത്സവങ്ങളില്ലെങ്കിലും കുറച്ചെങ്കിലും പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായിരുന്നു കല്ലൻ പാഴൂർമന ഗോപാലൻ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.